ഓക്കെ, ഇതാണ് നമ്മളുടെ ബില്ല്. 6142 രൂപ. എല്ലാം കൂടെ മൊത്തം 11,192. എന്തായാലും ഹാപ്പിനെസ് ആണ്, വേറെ വിഷയമൊന്നുമില്ല. പൈസ പോയ വിഷമമുണ്ട്. വണ്ടിയായ പണികളായ പൈസയാവും. ഡിസ്കൗണ്ട് ചോദിച്ചു നോക്കാം. ഒരു 500-1000 കുറച്ചെങ്കിലുള്ളായിരുന്നു. അശൂട്ടി ആരും നോക്ക് ഒന്നല്ല. ഹാപ്പിയാ? അപ്പോൾ ഓക്കെ, പോകാം. നമ്മൾ ബൈസൺ FC-V3 യമഹ ബൈക്ക് റെഡി ആയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ വിളിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് റെഡിയാവേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയായിരുന്നു, പൊങ്കാലയെ തലേ ദിവസം. ഇതിപ്പോൾ കറക്റ്റ് ഒരാഴ്ച ആയി. സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോയി. ഒരാഴ്ചത്തെ ഏർണിങ്സ് കംപ്ലീറ്റ് ലോസ് ആണ്. കുഴപ്പമില്ല. എന്തായാലും ഞാൻ പ്രത്യേകം പറഞ്ഞ് ടൈം എടുത്താലും കുഴപ്പമില്ല, വണ്ടി നല്ല പോലെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ ഒരു കുറവില്ല, നല്ല കണ്ടീഷനിൽ എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ലേറ്റാക്കി ഇതായിരിക്കും ചിലപ്പം. ശരി, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 6 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നോട്ടും ജോലിക്ക് പോകാല്ലേ. ആദ്യം വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് ഓടിച്ച് നോക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയണ്ടേ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും തീരുമാനിക്കും ജോലിക്ക് പോകണോ ഇല്ലെന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത്ര പോന്നാ കമോൺ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റി അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമ്മളെ വീട്ടിൽ നിന്ന് ഐശ്വര്യം വേണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകേണ്ട സ്ഥലം കവടിയാർ വർക്ക്ഷോപ്പിൽ. ഇവിടെ നിന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയുടെ എഞ്ചിൻ പണിയുടെ ചാർജ് എന്ന് പറയുന്നത് മൊത്തം 10,000 ആവുമെന്ന് പറഞ്ഞത്. ഞാൻ 6 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ബാലൻസ് എത്ര നടന്നുകൂടാ, അത് ചോദിച്ചാൽ അറിയാൻ പറ്റും. നേരിട്ട് പോയി ചോദിക്കാം. അതാണ് ഒരു പടിയായിരിക്കണം. പിന്നെ ഒരു പടി എന്ന് പറയുമ്പോൾ നല്ല വണ്ടി കണ്ടീഷൻ ആയിരിക്കണം അല്ലേ. അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം കൊടുക്കുന്ന പൈസക്കുള്ള പുറത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു വിഷമമുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, എല്ലാം ശരിയാവും. ആരെണ്ണ അവിടെ കയറി നിൽക്കണത്. നമുക്ക് ലെഫ്റ്റ് ഫ്രീ ആണ്, സുഖമായിട്ട് കയറിപ്പോയായിരുന്നു. ഈ ബസ്സുകാർക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഫ്രണ്ടിൽ നിൽക്കണ ഏതോ ഒരു കിഴങ്ങനാണ് ലെഫ്റ്റ് കയറിക്കണത്. ലെഫ്റ്റ് കയറി നിൽക്കാൻ പാടില്ല, നേരെ പോകണവർ റൈറ്റ് കയറി ഒതുങ്ങിക്കണം. എന്തായാലും ഫ്രണ്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് പോയി നിൽക്കും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രീ ആയിട്ട് പോകുന്ന ആൾക്കാരെ പോലും വിടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോം വഴി കയറിപ്പോവും. പ്ലാറ്റ്ഫോം വഴി കയറിപ്പോയാൽ പ്ലാറ്റ്ഫോം വെച്ച് ഒന്ന് ചീത്ത വിളിക്കും. ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. ശശി എണ്ണ ഒന്ന് മാറിത്ത. അവിടെ ആരുണ്ടോ? അവിടെ ഓടിച്ചിട്ട് മാറണില്ല. അത് കിഴങ്ങണ്ട ഫ്രണ്ട് ഇരിക്കണത്. കാറുകാരനാ, ടിയാഗോ കാറാണ് കേട്ടാ. TN75 നാറുമില്ല അവിടെ ഉള്ളത്. എന്തിനാ കാണിക്കണത്? രാവിലെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചില ആളുകൾ ചെയ്യും. അതെങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മൈൻഡ് മാറ്റി ഫ്രീ ആയി ഹാപ്പി ആയി വണ്ടി കിട്ടാൻ പോകണം അല്ലേ. ബൈസൺ കംബാക്ക് ആവാൻ പോവുകയാണ്. പുള്ളിയെ പഴയ പോലെ നമ്മൾ സ്വീകരിച്ച് നല്ലപോലെ വണ്ടി ഓടിച്ച് സമ്പാദിക്കണം. ആ ഒറ്റ മൈൻഡ് സെറ്റ് മതി. ഓക്കെ, നമ്മളിങ്ങനെ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പറഞ്ഞത്. നമ്മളെ വണ്ടി ഉടയ്ക്കണം. ബൈക്ക് അവിടെ കിടക്കണം, അകത്തായിരിക്കും അല്ലേ, പുറത്ത് കാണാനില്ലല്ലോ. വണ്ടി ഇത് അവിടെ ഇരിക്കണം, ഓടിച്ച് നോക്കാം. ആ ഗ്ലാസ് മുറുക്കാൻ പറ്റുമോ? ഗ്ലാസ്സേ ഓക്കെ. തുടച്ചോട്ടെ. ചെറിയ പൊടി സീറ്റില്ലേ, ഒന്ന് തുടച്ചു വിടാം. റോഡിൽ കിടക്കല്ലേ വണ്ടി, അപ്പം പൊടിയാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് സർവീസ് ചെയ്തെടുത്ത വേറെ വിഷയങ്ങളില്ല. നമുക്ക് വേണ്ടത് വണ്ടി കണ്ടീഷനായിരിക്കും, അത്ര തന്നെ അല്ലേ. ബൈസൺ സുഖമാണല്ലേ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. എല്ലാം ശരിയായെന്ന് വിശ്വസിക്കുന്നു. സൗണ്ട് കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമില്ല, സ്മൂത്താക്കണം. ഇനി ഓടിച്ചു നോക്കാം. കുഴപ്പമില്ല കേട്ടാ. ഒരാഴ്ച സ്കൂട്ടി ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്തോ പോലെയാണ് സംഭവം. ബൈസോണ് ഞാനൊരു ടച്ച് പോയിട്ട് അതാണ് ഇരുമാതിരിക്കുന്നത്. അതൊരു 5 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ശരിയാവും. എന്തായാലും നമ്മൾ എഞ്ചിൻ പണി കഴിഞ്ഞുകൊണ്ട് പുതിയ വണ്ടി പോലെ തന്നെ ഓടിക്കണം. പുതിയ വണ്ടി ഇറക്കി എങ്ങനെ ഓടിക്കും അതേ ലെവൽ ഓടിക്കണം. ആദ്യം ഒരു 45-40 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതി. കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. ഓടിച്ചപ്പോൾ കൈ കൊടുത്ത് പോകണം സുവിശേഷം വേണ്ടല്ലോ അല്ലേ. വേണ്ട, ഇപ്പോൾ ഒരു 45-50 മാക്സിമം ആ ലെവലിൽ പോയാൽ മതി. നല്ല ഓടി സെറ്റ് ആവട്ടെ എഞ്ചിൻ തോന്നുന്നു. പുതിയ എഞ്ചിനല്ലേ ഇപ്പം. ഓക്കെ, തിരിച്ചു പോകാം. എനിക്ക് എന്തായാലും തൃപ്തിയാണ്, വേറെ കുറവും തോന്നുന്നില്ല വണ്ടി ഓടിച്ചപ്പോൾ. എനിക്ക് മെയിനായിട്ട് വേണ്ടത് വണ്ടിയുടെ ആ പവറും മൈലേജും, അത് കിട്ടിയാൽ മതി. ഞാൻ വണ്ടി ഒന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കി, ടോപ്പ് ടു ബോട്ടം വരെ. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ മിസ്സായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ പോലെ എന്തോ ഒരു സംഭവം. ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് വണ്ടിയുടെ കാര്യത്തിൽ. ഈ സ്ക്രൂ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ആൾറെഡി പോയത് തന്നെ. കാരണം ഇവിടുത്തെ ടാങ്കിൻ്റെ ഇത് ഇളകി പോയി. അപ്പോൾ കമ്പനിക്കാർ ഇവിടെ വെച്ച് മുറുകി തന്നു. ഇത് ചുമ്മാ ഒരു പേരിരിക്കണേ ഉള്ളൂ, എന്നാലും ചുമ്മാ ഒരു ഹോൾ അടക്കാൻ വൃത്തിയാക്കിയല്ലേ. അപ്പോൾ ഇതുപോലെ സ്ക്രൂ ഉണ്ടെങ്കിൽ കുറച്ച് നീറ്റായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ചോദിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. വണ്ടിക്കൊന്ന് ചെയിൻ ലൂപ്പ് ചെയ്യണമായിരുന്നു, അതും കൂടെ ഒന്നും ബാക്കിയുണ്ട്. ഓക്കെയാണ്. ഒരു കാര്യം, ഇവിടെ സ്ക്രൂ ഉണ്ടെന്നെങ്കിൽ ഇവിടെ ഈ ഭാഗത്തെ ഇവിടെ അത്ര തന്നെ അവിടെ അത് തന്നെയല്ലേ, ബാക്കി ഇതാണല്ലേ. ഓക്കെ, ഇവിടുത്തെ ഇത് പോയല്ലേ, പൊട്ടിയിരിക്കുന്നത് മനസ്സിലായി. അതാണ് ഇവിടെ മുറിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓടിച്ച് നോക്കിയായിരുന്നു, അങ്ങനെ ഉണ്ട്. ഓക്കെ ആണല്ലോ, എനിക്ക് ഓടിച്ച കുഴപ്പമില്ല. ഓക്കെയാണ്. 81,403. 81,403 അത്രയായല്ലേ.
സാധനം തന്നെ 6,142 ഓക്കെ അത്രയും ഞാൻ ഒരു 4,500 സാധനം തന്നെ അല്ലേ? ഓക്കെ ഓക്കെ 11,000 ആയില്ലേ? ഞാൻ 10 വിചാരിച്ച് എക്സ്ട്രാ ഒരു 1000 സംതിങ് കൂടിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പണിയുണ്ട് വണ്ടിയിൽ. പിന്നെ ലാറ്റായി കുറച്ച്. അത് ലാറ്റായ വിഷയമില്ല, നല്ലപോലെ പണി തന്നല്ലോ, അതിന് വലിയ കാര്യം. എല്ലാം ഓക്കെയാണല്ലോ അകത്തല്ലേ, സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ, എല്ലാം വെച്ചിട്ടുണ്ട് നല്ലപോലെ. നമുക്ക് ഇനി തുറന്നു നോക്കാൻ പറ്റുന്നില്ല അല്ലേ, അവർ നല്ലപോലെ പണി ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കും പറയാൻ പറ്റും, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു വണ്ടി പണി ചെയ്ത് ഇറക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ബില്ല്. 6,142 രൂപ. ഫെയർ പാർട്സ്, ലെയ്ത്ത് വർക്ക് 550, ഓയിൽ 450 രൂപ, ഇന്നർ സ്പ്രോക്കറ്റ്, ലോക്ക് ബോൾട്ട് 50, ലേബർ ചാർജ് 4,000, എല്ലാം കൂടെ മൊത്തം 11,192. ഫെയർ പാർട്സിൻ്റെ ബില്ല് ഇതായിരിക്കുകയാണ് കറക്റ്റ് 6,142 രൂപ. എന്തായാലും ഹാപ്പിനെസ് ആണ്, വേറെ വിഷയമൊന്നുമില്ല. പൈസ പോയ വിഷമമുണ്ട്. അത് വലി വേറെ ഡിപ്പാർട്ട്മെന്റ്. അത് കൊടുത്തല്ലേ പറ്റും, ചുമ്മാ തരോ. വണ്ടിയായ പണികളായ പൈസയാവും. 11,192. ഡിസ്കൗണ്ട് ചോദിച്ചു നോക്കാം. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? അത്ര തന്നെ അല്ലേ? പെട്രോൾ ഒഴിച്ചാ ഓ, മറ്റേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാ? ഓക്കെ ഓക്കെ, ശരി ശരി. 5 50 6 കൊടുത്തല്ലേ? 5 10 15 20 25 30 35 40 45 50 5ആയി. ഓക്കെ എന്നാൽ ശരിയാണ്. വേറെ എന്തെങ്കിലും പണിയുണ്ടോ നിങ്ങൾ നോക്കിയതിൽ? വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള സസ്പെൻഷൻ എന്തെങ്കിലുമൊക്കെ എന്നല്ലേ? അതാണ് മെയിൻ പ്രശ്നമല്ലേ? മതി. അപ്പോൾ അത് ആദ്യം അടുത്ത് കൊണ്ടുവരാം. 1000 കിലോമീറ്റർ വരെ ഓടിയിട്ട് മറ്റേ പുതിയ ഓയിൽ മാറ്റുക, പിന്നെ അതിനുശേഷമുള്ള 3000 കിലോമീറ്റർ പഴയ പോലെ. ഓക്കെ ഓക്കെ, ബില്ലൊക്കെ ഇട്ടേക്കാം. ഓക്കെ ബ്രോ, താങ്ക് യു. ശരി എന്നാൽ. ഈ വണ്ടിയെ ഇതൊന്ന് മാറ്റി ഒതുക്കി വെക്കണ്ടേ സുധീഷേ? ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മയിൽ വാഹനം, സോറി കേട്ടോ, അതിനെ മറന്നു ഞാൻ. ഇതെവിടെ കൊണ്ട് വയ്ക്കാം? നല്ല തണലത്തുകൊണ്ട് വയ്ക്കാം. ഇത് വൈകിട്ട് നടുക്കാം ഈ വണ്ടി. ആരെ വിളിച്ചോണ്ടിരേ? അപ്പഴത്തേനെ വിളിച്ചോണ്ടിരേ, വേറെ എന്ത് ചെയ്യാം? ഓക്കെ, ഒരു നല്ല ലൊക്കേഷൻ കിട്ടി, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. സീറ്റ് ലോക്കായല്ലോ അത്ര തന്നെ. ഓക്കെ, മയിൽ വാഹനം നിന്നെ വൈകിട്ട് നിർത്തോളാം, അതുവരെ അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരി. ശരി, പോവാന്നാ. ബൈസനോട് ഓക്കെ, നമുക്ക് ആദ്യമേ പെട്രോൾ അടിച്ചാലോ വണ്ടിക്ക്? 200 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ബൈസൺ പോവാന്നാ. അപ്പോൾ ബിജി വിട്. കമോൺ കൊയ്ക്ക്. അത്രേ ഉള്ളൂ. വണ്ടി വീശ. ഇനിയാണ് നമ്മളെ കളിയുള്ളൂ അല്ലേ? നീ ഏറി അടിക്കപ്പില്ല, ഇത് നമ്മ കാലം. അത്രേ ഉള്ളൂ. സുധീഷ് 50 മതി. 50 അപ്പുറം പോകണം. ആദ്യത്തെ 1000 കിലോമീറ്റർ പ്രത്യേകം പറഞ്ഞ് ഒരു മയത്തിൽ ഓടിക്കാൻ പറഞ്ഞ് അറിയാതെ പോലും 60-70 പോയി കളയിൽ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ആണ്. ഭാഗത്ത് നോക്കിയാൽ ഭയങ്കര വെയിൽ. നമ്പർ പ്ലേറ്റ് കുറച്ച് വളഞ്ഞിരിക്കുന്നു, നേരാക്കി കിട്ടും. പനീർ 65 ഡ്രാഗൺ ഗോപി പിക്ഡ്. സെൽഫിയാ? ഓക്കെ, ഹെൽമെറ്റ് ഇടണോ? ഒരു മിനിറ്റ്, ഹെൽമെറ്റ് എടുത്തരാം. ആണ്ടേ? മതിയാ, താങ്ക് യു. ചാനൽ നെയിം KLTN, മൈ ചാനൽ നെയിം യൂട്യൂബ്. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, വീഡിയോ വേണം കാണേണ്ടത്. കാരണം ഞാൻ ആരെന്നെ പുള്ളിക്കാരനോടാ. ഓക്കെ, പോവാം. ലോങ് ഓർഡർ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാങ്ങാമ്പാറയാണ്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണിയായി. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പൊങ്കാല ദിവസം തൊട്ട് വെയിൽ തുടങ്ങി കേട്ടോ, നല്ല വെയിൽ. ഓ, വേർത്ത് കുളിക്കുക തന്നെ. ഭയങ്കര വെള്ളം എന്താവും, ലൈറ്റാ വിശപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തണ്ണി മൊത്തം കുടിച്ചിട്ട് പോവാം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുടിച്ചു പോകണം. സംഭാരമോ തണ്ണിമത്തൻ ജ്യൂസോ. കൂടുതൽ നമ്മൾ പഞ്ചസാരയിട്ട് സർബത്ത് കുടിക്കാൻ പാടില്ല, അതാണ് മോശം. ചായക്ക് മാത്രം, ചായ കോഫി മാത്രം ഷുഗർ എടുക്കുള്ളൂ. ബാക്കിയുള്ള ഈ ഷുഗർ ഐറ്റംസ് എല്ലാം നിർത്തി കളഞ്ഞ്. കാരണം മെയിനായിട്ട് നമ്മളെ വെയിറ്റ് കുറയ്ക്കണം, അറിയാമല്ലോ. സത്യം പറഞ്ഞ് ഈ ഹൈറ്റിനുള്ള വെയിറ്റിൽ ഇത്തിരി കൂടുതലാണ്. എൻ്റെ വെയിറ്റ് ഒരു 80 kg അകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 87 ഉണ്ട്. അപ്പോൾ ഇനി ഒരു 10 കിലോ കൂടെ കുറച്ചാൽ മതി, നമ്മൾ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കലോറീസ് ഫോളോ അപ്പ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് എത്ര എടുക്കണം, പ്രോട്ടീൻ എത്ര എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഈ ശ്രീകാര്യം ചാവടിമുക്ക് റോഡ് ഭയങ്കര വിഷയം കേട്ടോ. 2 സൈഡ് റോഡിന് നടുക്ക് റോഡില്ല. അതും കൂടെ ഇട്ട് തുരണം പെട്ടെന്ന്. ഭയങ്കര പാടം കണ്ടുപിടിക്കാൻ. ഒന്ന് നല്ലപോലെ ഓവർടേക്കാൻ പറ്റില്ല. ഒരു വണ്ടിയുടെ ബാക്കിൽ തന്നെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് കുറവല്ലേ, അതുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുറേ കല്ലുകൾ. ഓക്കെ, ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്താറായി. മാപ്പ് നോക്കട്ടെ. അൻപാന ബൈക്ക് വന്നാൽ അംബാനി നാനാകിരേൻ. നല്ല ഏരിയല്ലേ ഇങ്ങോട്ട്. ഇത് എങ്ങോട്ട് പോകണം സുധീഷ്? നേരത്തെ മാപ്പ് ഇത്ര കാണിച്ചില്ലല്ലോ. ഓ, അതുവഴിയാ. റൂട്ട് വേറെ മാറിപ്പോയി. പക്ഷേ ഈ വഴിയിൽ കാണിച്ചത് മാപ്പ് പോകാനായിട്ട്. ഇപ്പോൾ 400 മീറ്റർ എക്സ്ട്രാ കാണിക്കണം. ശരി, വണ്ടി ഓടാ. നല്ല ഏരിയയില്ല, അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ ചെടിയും കാടുകളൊക്കെ ഉണ്ട്, നല്ല തണലുണ്ട്, നല്ല വണ്ടി ഓടിയ സുഖമുണ്ട് കേട്ടോ. ഓ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റിലോട്ട്. ഓക്കെ, 2 ലെഫ്റ്റ് ഉണ്ടായത്, ഞാൻ ഫസ്റ്റ് ലെഫ്റ്റ് കയറി. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? സൂപ്പർ ഏരിയ അല്ലേ. നല്ല വയലുണ്ട്, പിന്നെ തെങ്ങുണ്ട്, വാഴയുണ്ട്, കൃഷികൾ ഇഷ്ടംപോലെ ഉണ്ട്, മരിച്ചീനി കൃഷികളൊക്കെ. സൂപ്പർ. പറയാ ACR B20 സൊമാറ്റോ ഡെലിവറിയാണ്. അത് തന്നെ ആശയാണോ? ഓക്കെ, പെടുത്തുന്നാൽ മതി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോകണം.
ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 144 രൂപ 9 പൈസയാണ്. അപ്പോൾ എന്തായാലും കസ്റ്റമറിൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ദ ലോഡ്സ്. എവിടെ അത് ശ്രീകാര്യം? ചെറിയ ഓർഡർ ടൈ. 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണോ ഉദ്ദേശേ? ശരി, അത് കൊടുക്കാം. ഓക്കെ, ഓർഡർ റെഡി ആയിട്ടുണ്ട്. ലോഡ്സ് റെസ്റ്റോറൻറ്റ് 8102 ബറോട്ട വിത്ത് ബീഫ് റോസ്റ്റ്. അമ്മ വെയിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ വെയിലത്ത് ഗ്ലൗസ്, ഫുൾ കവർ ചെയ്ത ബനിയൻ, ഹെൽമെറ്റ്, അതിൻ്റെ കൂടെ ക്യാമറ എല്ലാം കൂടെ വെച്ച് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യണത്. ഓക്കെ, കസ്റ്റമർ ലൊക്കേഷൻ അടുത്ത് ഇവിടെ നിന്ന് കാരണം 500 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയി റൈറ്റ് പോകണം. സത്യം പറഞ്ഞാൽ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. കസ്റ്റമർ വേണമെങ്കിൽ നടന്നു വാങ്ങിക്കായിരുന്നു. പിന്നെ അവർ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതൊക്കെ വർക്കാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും പറയാൻ പാടില്ല. കടയിലെ തൊട്ട് അടുത്ത് വിടായാലും നമ്മൾ ഡെലിവറി ചെയ്യും, അത്ര തന്നെ. ഓക്കെ, റീച്ച്ഡ് ലൊക്കേഷൻ ശിവസായി ഹൗസ് ഇവിടെ തന്നെ. ഓർഡർ ഡെലിവേർഡ് പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപ 29 പൈസയാണ്. ഈ ഓർഡറിന് വേണ്ടി 1.25 കിലോമീറ്റർ പിക്കപ്പ്, 10-15 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ടാ. നമുക്ക് നഷ്ടമാണ് സത്യം ഇങ്ങനത്തെ ഓർഡറൊക്കെ. പിന്നെ ഇൻസെൻറ്റീവ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ എടുത്തത് മെയിനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗരം മസാല റെസ്റ്റോറൻറ്റ് മെഡിക്കൽ കോളേജാ. അടുത്ത ഓർഡറാ, ഡബിൾ ഓർഡർ തള്ള. ശരി തന്നെ. ഓക്കെ, അതും അക്സെപ്റ്റ്. അപ്പോൾ 2 ഓർഡർ ഗരം മസാല റെസ്റ്റോറൻറ്റിലാണ്. വേറെ വിഷയമില്ല. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. 7126 ഇവിടെ ഇത് തന്നെ. 2 ടെൻഡർ കോക്കനട്ട്. ഇനി അടുത്തത് 0798 ഇത് തന്നെ. എന്തൊരു പേര്. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ഈ ദാഹം തീരില്ല. അത്രയ്ക്ക് വിശപ്പും ദാഹം വന്നുകൊണ്ടിരിക്കുന്നു. വിശപ്പ് പോലും കുഴപ്പമില്ല, ദാഹം സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ മാർച്ച് ഏപ്രിൽ നമ്മളെ കൊല്ലും മിക്കവാറും കേട്ടോ. ആ വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല ബൈസൺ. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല ബൈസൺ. എഞ്ചിനാണ് വണ്ടിയുടെ ഹാർട്ട്. അപ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ പോലെയാണ് ബൈസൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രശാന്ത് നഗർ. ഇവിടെ നിന്ന് കറക്റ്റ് 1.9 കിലോമീറ്റർ ദൂരമുണ്ട്. പ്രശാന്ത് നഗർ ഉള്ളൂരാണ്. നമ്മൾ നിൽക്കുന്നത് റോങ് സൈഡാണ് നിൽക്കുന്നത്. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. ബാക്കിൽ നിന്ന് പോലെ വണ്ടി വരണമെങ്കിൽ കയറാൻ പറ്റില്ല. നേരത്തെ പോലെ ലെഫ്റ്റ് ഫ്രീ ഉള്ള ആൾക്കാർക്ക് പോകാൻ പറ്റും. കുഴപ്പമില്ല, സിഗ്നൽ വീണ്. ഒരു യുഗം ഞാൻ തവസിരുന്നു ഒന്ന് കാണുക. സൂപ്പർ സ്റ്റാച്ചു അല്ലേ, ഇത് കണ്ടുപോയാലോ. സൂപ്പർ അല്ലേ, അടിപൊളി. നല്ല ചെതിരിക്കണം കേട്ടാ. ഈ കാളയെ കുത്തി വെച്ചേക്കണ് ശൂലം വെച്ച്. അതെന്തിനാണ് കാരണം? ദേവിയുടെ നിറം പച്ചയാണ്. അപ്പോൾ ഭദ്രകളിയാണത്. ഓ, ഇത്രയും വലിയ കാളയൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചോല്ലേ. ഇത് സംഭവം ബൈസണാണ് കേട്ടോ. നമ്മളെ വണ്ടിയുടെ പേര് തന്നെ. ഈ കോവിലിൻ്റെ പേര് ഇടിയടി കോവിൽ ഭഗവതി ക്ഷേത്രം. ആര് ചെയ്തോ, അടിപൊളി കേട്ടോ. കാണാൻ നല്ല റിയാലിറ്റി ഉണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. ഇവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ കാണിക്കുന്നത്. ജി ലൈഫ്. അതവിടെ ജി ലൈഫ്. വിളിച്ചു നോക്കാം. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത്. അവിടെ അപ്പുറത്ത് മുകളിലാണ്. ശരിയാ. ഓക്കെ, നല്ല കസ്റ്റമർ കേട്ടോ. ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞിട്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ടിപ്പ് എന്തെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ഫേസ് റിയാക്ഷൻ ഉണ്ടല്ലോ, സന്തോഷമായെന്നുള്ള റിയാക്ഷൻ, അത് മതി. അതൊരു പടി ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ മോളിക്കറി വരാൻ പറയും. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പേരത്ത് വണ്ടി ഓടിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് താഴെ ഇറങ്ങി വന്ന് നമുക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി, കുറച്ച് എനർജി സേവ് ചെയ്യാൻ പറ്റും ഈ സമയത്ത്. മനസ്സിലായ? നല്ല വെയിലുള്ള സമയത്ത്, മഴയുള്ള സമയത്ത് കസ്റ്റമേഴ്സ് കുറച്ചൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ചെയ്താൽ കൊള്ളായിരുന്നു. അടുത്ത് പോകേണ്ട ആക്കുള്ള. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ ആക്കുള്ള. അവിടെ നിന്ന് കറക്റ്റ് 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:52 ആയിട്ടുണ്ട്. ഓക്കെ, അണ്ണ എവിടെ നിന്നാണ് കയറി കാണത്? ശരി, കയറി വാ. ഞാനും കയറി പോകണം. രണ്ടുപേരെ ഭാഗത്ത് മിസ്റ്റേക്കില്ല. ഞാനും കയറി, അങ്ങേരും കയറി. അതുകൊണ്ട് വലിയ വിഷയമില്ല, ഒന്നും ആയില്ലല്ലോ അത്ര തന്നെ. ഓക്കെ, ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട്? ഇവിടുന്ന് കറക്റ്റ് 230 മീറ്റർ ദൂരമേ ഉള്ളൂ. ആ, ഇതെന്ത് സംഭവം? ഓക്കെ, ഒരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. പിള്ളേർക്കുള്ള വണ്ടിയില്ലേ, അതൊന്നും വിഷയമില്ല. ആ, മുകളിലേക്ക് ദ സ്കൂൾ ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ. ചിക്കുപുക്ക് റയിലേ കലക്കിത് പാറടിച്ചയില്ലേ. ഇതൊരു കയറ്റമാണോ അത്? ഇത് കയറണമെങ്കിൽ പഴനിയിൽ പോകണ ട്രെയിൻ വേണം. ഇത് കുന്നാണ് കേട്ടോ. ഇത് കയറണമെങ്കിൽ തന്നെ 10 കിലോമീറ്ററിൻ്റെ പൈസ വേണം. ഇപ്പോൾ എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. എടുത്തിട്ട് എഞ്ചിനായിട്ട് ഇപ്പോഴേ ചൂടാക്കണോ? ഇത് തന്നെ കസ്റ്റമർ ഇവിടെ അല്ലേ? ഓക്കെ. അയ്യോ, ഓക്കെ, ശരിയാ. ഓക്കെ, ഓർഡർ ഡെലിവറി പോകാം. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വാ വ്യൂ പോയിന്റ് പൊളിയിട്ടാ. ഇവിടെയൊക്കെ ഇങ്ങനെ വന്നേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ വരാം ഇങ്ങോട്ടൊക്കെ. നേരെ പോയി എങ്ങോട്ട് പോകും? അത് വിളയാണെന്ന് തോന്നുന്നത്. അവിടെ പോകണ്ട. സംഭവം ഈ ലൊക്കേഷൻ നല്ല ഹൈറ്റ് ഉണ്ട്. എങ്ങനെ പോയാലും 100 അടി പൊക്കം വരും. അമ്മോ, ഇറക്കാൻ കണ്ട. ഇവിടെ നിന്നൊരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുമായിരിക്കും കേട്ടോ. ഓ, ഫസ്റ്റ് ഗിയറാണ് പോണത്. എഞ്ചിൻ നല്ല പിടിക്കുകയാണ് ഇപ്പം. സംഭവം എഞ്ചിനൊക്കെ പണി ചെയ്ത് നല്ല ഫ്രഷാണ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കയറ്റം കയറുമ്പോൾ എനിക്ക് മനസ്സിൽ വിഷമിക്കുകയാണ്. ഇത് സംഭവം കേരളമായ എങ്ങനെ ഇരിക്കോളും അല്ലേ? കയറ്റം ഇറക്കെല്ലാം കാണും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പ്രീതാസ് കിച്ചൺ, പുലേനർ കോട്ട 5939. ഓക്കെ, പോകാം. ഓർഡർ ഐറ്റം സ്പെഷ്യൽ ഫിഷ് പൊതിച്ചോറ് പിക്ഡ്. സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ. ആ, അല്ലേ ഇവിടെയാണോ? ഓക്കെ, താഴെ അല്ലേ? സൊമാറ്റോ ആണേ. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 36 പൈസയാണ്. നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഒന്ന് ശല്യം ചെയ്തില്ല. ഉറങ്ങും അഴിക്കണ്ട ഉറങ്ങും. ഓക്കെ, നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടോ? സെയിം ഫ്രീറ്റസ് കിച്ചൺ. ഇത് കുറച്ച് വലിയ ഓർഡറാണ് ഇത്. ഓക്കെ, റെഡിയായി. 2885 2 ഓർഡർ ഉണ്ടേ. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് വെച്ചോട്ടെ. അടുത്ത 2045 ഇത് തന്നെ. ഓക്കെ ബൈസൺ പോകുന്നാ. നീ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ധൈര്യം വന്നത്. അത് എന്ത് പറയാം, ഈ ലോകം എൻ്റെ കയ്യിലാണെന്നുള്ള വിചാരം വന്നത്. പഴയ ഒരു ഉഷാർ വന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകാര്യം. ഇവിടുന്ന് കറക്റ്റ് 3 പോയിന്റ് ഇല്ലല്ലോ, 4 പോയിന്റ് ആണോ 5 പോയിന്റ് ആണോ 5.4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകാര്യം. ഇവിടുന്ന് കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ 2:45 മണിയായി. അപ്പോൾ ഇത് ഡബിൾ ഓർഡർ ആയതുകൊണ്ട് ഈ ഓർഡർ കൊടുക്കുന്നതിൻ്റെ അടുത്ത ഓർഡർ ഉണ്ട്, അതുകൊണ്ട് വിഷയമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ശ്രീകാര്യത്തിൽ നിന്ന് നമ്മൾ പൂജപ്പുര പോകണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം എടുക്കും? അയ്യോ, കാലടിച്ച് പോകണം അല്ലേ? പൂജപ്പുരല്ല, പാപ്പനും കൂടെ പോകണം വൈശു വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ല, ഇൻസെൻറ്റീവ് അടിക്കാനുള്ള ഓർഡർ, അത് മതി, സന്തോഷമായി. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ അടുത്താണ് പറഞ്ഞത്. തിറക്കാണല്ലോ ഇത്, ഇവിടെയാണ്. ഓക്കെ ഓർഡർ ഡെലിവർഡ്. പോന്നാ. അപ്പം അടുത്ത് എങ്ങോട്ട് പോകേണ്ടത്? പാങ്ങാമ്പാറയാ. അപ്പം അടുത്ത് പോകേണ്ട ലൊക്കേഷൻ പാങ്ങാമ്പാറ. ഇവിടെ നിന്ന് 1.1 കിലോമീറ്റർ ദൂരം. ഈ റൈറ്റിലാണ് കാണിക്കുന്നത് ഇറക്കത്തിൽ. ഇവിടെ വഴി കൊള്ളാമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, ഒന്ന് പോയി നോക്കാം. വാ. ടാപ്പാവോ ഇല്ലല്ലോ. ഒന്നാമത് എപ്പോഴാണ് വണ്ടി പണി ഇറക്കിയത്, അതുകൊണ്ട് നല്ല റോഡിൽ കൂടെ ഓടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വല്ല ഓഫ് റോഡോ വല്ലതും തരണമെങ്കിൽ അപ്പോഴാണ് ഉള്ളത്, നോക്കിയോ. വലിയ കുഴപ്പമില്ല, ഇറക്കം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലൊക്കേഷനിലേക്ക് വന്നാച്ച്. ഫ്ലാറ്റ് കളറൊക്കെ മാറിയാൽ നല്ല പെയിൻ്റ് അടിച്ച് സൂപ്പറായിട്ട്. ഇപ്പം കൊള്ളാം, ഒരു ഐശ്വര്യമാണ് കാണാൻ. മറ്റേത് ഒരുമാതിരി കിടന്നു. ബമ്പ് വെച്ച് നടണം, പറയാത്തത്. ടവർ 2 അല്ലേ ഈ ഇറക്കം അല്ലേ? ഓക്കെ ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 69.55 രൂപ. അപ്പോൾ ഇന്ന് അവിടെ ആണെങ്കിൽ ഔട്ട് ഇങ്ങനെ പോകണം അല്ലേ, ഇതുവഴി കൂടെ. ഓഹോ, ഇതുവഴിയാ? നേരെയാ? ഇങ്ങോട്ടാ? ഓ, ഇങ്ങോട്ട്. സുധീഷേ, ബോർഡ് നോക്ക്, നീ ആളെ നോക്കാതെ. എക്സിറ്റ് ഇങ്ങോട്ടല്ലേ? ഇത് തന്നെ. ഓക്കെ, അത്ര തന്നെ. മണി ഇപ്പോൾ കറക്റ്റ് 3:10 ആവാറായി. അപ്പം എന്തായാലും ഓഫ്ലൈൻ ആയിട്ടുണ്ട് സൊമാറ്റോ ആപ്പ്. ഇനി നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ പാപ്പനംകോട് കൈമനം. ഇവിടെ നിന്നൊരു 8-10 കിലോമീറ്റർ ദൂരം കാണും എന്തായാലും. അപ്പോൾ എന്തായാലും ഉച്ചക്കുള്ള ഊണ് വീട്ടിൽ പോയി കഴിക്കണം. നല്ല വിശപ്പുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, ക്ഷീണമില്ല. മെയിൻ കാരണം 2 തണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ എനർജി ഇപ്പോൾ നിൽക്കുകയാണ്. അതല്ലേ പറഞ്ഞത്, കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചുകൊണ്ട് പോയാൽ മതി, ഹെൽത്തി ആയിട്ട്. കട്ടൊക്കെ നിൽക്കാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ഈ സമയം. കാരണം ഈ വണ്ടി ഇല്ലാതെ ഞാൻ അല്ലാതായിപ്പോയി, ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. മറ്റേ വണ്ടി കൊള്ളൂന്ന് പറഞ്ഞല്ല, എന്നാലും നമുക്ക് ഈ വണ്ടിയിൽ ആ ഒരു പെർഫോമൻസ്, ആ സ്പീഡുണ്ടല്ലോ, അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല ആ വണ്ടിയിലോട്ട്. അത് ബൈഷൂട്ടി സ്കൂളിലേക്ക് വന്നാച്ച് കുറച്ച് ലേറ്റായിപ്പോയി. 3:30 പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, പതുക്കെ പോകണം, നല്ല തന്നെ. ഒരു 10 മിനിറ്റ്, വേറെ ഒന്നുമില്ല. നമ്മൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് അകത്ത് വയ്ക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് നമ്മൾ നടന്നു പോകണം. ഓക്കെ, വൈഷ്ണവി വിളി കേട്ടില്ലേ നീ? ബെസ്റ്റ് ടീച്ചർ വിളിക്കുകയല്ലേ, വിളിയാക്കാറുണ്ട്. എവിടെയാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ്, വാ കുഴപ്പമില്ല. അശൂട്ടി ആരും നോക്ക്, വണ്ടി അത് നോക്ക്. ഒന്നല്ല, ഹാപ്പിയാ? നല്ല ഉമ്മ വച്ചാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വയസ്സ് പറയണ്ട, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ബൈസണ്. ഇപ്പോഴും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊക്കെ എങ്ങനെ അറിയാം അശൂട്ടിക്ക്? ആച്ചി പറഞ്ഞെന്നാ. മനുഷ്യർക്ക് അങ്ങനെ തന്നെ, വണ്ടിക്കും അങ്ങനെ തന്നെ. ആദ്യത്തെ കുറച്ച് സെറ്റ് ആവണം ബോഡി ഒന്ന്, പിന്നെ അതിനുശേഷം നമുക്ക് നല്ല കത്തിച്ച് ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി പോകാമല്ലോ സൂപ്പറായിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ നമ്മളെ വീട്ടിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്, അത്ര തന്നെ. ഓക്കെ, നാമ വീട്ടിലേക്ക് വന്നാച്ച്. കൊള്ളി പോകണം. എന്നാ ഷൂട്ടി കഴിച്ചാ? അത് കഴിക്കുന്നല്ല, ഇഡ്ഡലി ആണെങ്കിൽ കഴിക്കൂല, ചോറാണെങ്കിൽ കഴിക്കൂല. ഓക്കെ, ഇന്നത്തെ വീഡിയോ എൻ്റെ സമയമായി. സംഭവം വണ്ടി ഒരു രക്ഷയില്ല, സൂപ്പർ പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് കുറച്ച് നെഗറ്റീവായിട്ട് വിചാരിച്ചായിരുന്നു. കാരണം വണ്ടി നല്ലപോലെ ശരിയാക്കോ ഇല്ലെന്നുള്ള സംശയം ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു, ബ്രോ എഞ്ചിൻ പണിയാകുമ്പോൾ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുക്കും, അല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പ് കൊടുക്കാൻ പാടുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചെറിയായിട്ടൊരു പേടിയായി. കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണേൽ കൊടുക്കാം. അത് നോക്കിയും കണ്ടും കൊടുക്കണം, ചുമ്മാ കൊടുത്താൽ. കാരണം എഞ്ചിൻ പണി എന്ന് പറഞ്ഞാൽ സാധാ പണിയല്ല, അത് കുറച്ചൊരു മെനക്കെടാണ്, ഒരു കലയാണത്. കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പണി തരും. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ നല്ല പെർഫോമൻസ്, പുതിയ വണ്ടി ഓടിച്ച് ഫീലാക്കി. പിന്നെ വലിയ കുഴപ്പമില്ല, 100-ന് 80 മാർക്ക് കൊടുക്കാം. നല്ല വർക്ക്ഷോപ്പാണ്, വേറെ വിഷയമൊന്നുമില്ല. സത്യം പറഞ്ഞെങ്കിൽ അപ്പോൾ എനിക്ക് എന്തായാലും തൃപ്തിയായിട്ടുണ്ട്. ഇനി തൊട്ട് വണ്ടി നല്ലപോലെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് കറക്റ്റ് കിലോമീറ്റർ നോക്കി, അത് ചെയിൻ ലൂപ്പ് ആയാലും എഞ്ചിൻ ഓയിൽ ആയാലും എല്ലാ കാര്യങ്ങളും
ആ കിലോമീറ്ററിന്റെ കണക്ക് നോക്കി കറക്റ്റായിട്ട് എല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ വണ്ടിക്ക് ഡാമേജ് ആവാതെ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വലിയ ഡാമേജ് ഒന്നും ഇല്ല. ഷാഫ്റ്റ് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പണി തന്നെ അത്, വേറെ നോക്കാനൊന്നും ഇല്ല അല്ലേ എത്ര തന്നെ. അപ്പോൾ വേറെ പറയാനുണ്ടോ? തുടക്കിടാൻ പഠിച്ച് അത് കാണിച്ചോണ്ടിരിക്കണം. കണ്ടാ ഒരാഴ്ച പറഞ്ഞോണ്ടിരിക്കാണ്. ശരി, തീർന്നല്ലോ, ഇനി കാണിക്കല്ലേ. അപ്പോൾ തന്നെ. അപ്പോൾ ജീവിതത്തിൽ 4 നഷ്ടം 4 കുറച്ച് നേരം സെറ്റ് അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം. ഡാൻസ് ക്ലാസ്സിൽ പോകണം. ഞായറാഴ്ചയാണ് 5 മണിക്കല്ലേ? മണി 4:30 മണി. അപ്പോൾ